ല്ലോ കറികളുടെ ടേസ്റ്റ് ഒക്കെ ഓക്കെ ആയിരുന്നോ? ഫുഡ് ശരിക്കും അടിപൊളിയായിരുന്നു. നിങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരും. പിന്നെ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അത് ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്. അയ്യോ, എന്ത് കാര്യാണെങ്കിലും ചോദിച്ചോളൂ. പക്ഷേ കടം മാത്രം ചോദിക്കല്ലേ. കാശിന്റെ കാര്യമല്ല ചോദിക്കാൻ വന്നേ. മാഡം എത്ര നാളായി ഇവിടെ ഈ മെസ്സ് തുടങ്ങിയിട്ട്? കുറച്ച് ദിവസം മുമ്പായിരുന്നു ഈ ഉം, മെസ്സ് ഞാൻ തുടങ്ങിയത്. ഉം. ശരിക്കും 1 മാസം പോലും ആയിട്ടില്ല. ആ, കാണുമ്പോ നിങ്ങൾക്കെന്നെ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. ഓ, ഇപ്പോ ഒരു ദിവസം 4 പേരൊക്കെയേ വന്ന് കഴിക്കുന്നുള്ളൂ. ഓ, അങ്ങനെയാണോ? മാഡം എവിടുത്തെ ഏരിയ? ഞാൻ വയനാട്ടീന്നാ. അത് സിറ്റിയാണോ അതോ ഇവിടെ അടുത്തെങ്ങാനും ആണോ? വയനാട്ടീന്ന് ഒരു 10, 15 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാ ഒരു ചെറിയ ഗ്രാമം ഉണ്ടാവും. അപ്പോ മാഡം ഒറ്റയ്ക്ക് തന്നെയാണോ ഈ മെസ്സ് നടത്തുന്നത്? അതോ ആരെങ്കിലും ഹെൽപ്പിന് വെച്ചിട്ടുണ്ടോ? അല്ലല്ല, ഞാൻ ഒറ്റയ്ക്കാ നടത്തിക്കൊണ്ടിരിക്കുന്നെ. ഓ, ജോലിക്ക് ആളുകളെ വെച്ചാ ഉം. പിന്നെ മുതലാവില്ല. ആരെങ്കിലും ഒരു ഹെൽപ്പിന് വെക്കുകയായിരുന്നെങ്കിൽ മാഡത്തിന് കുറച്ച് പണി ഈസി ആയേനെ. ഈ മെസ്സിന്ന് കിട്ടുന്ന ലാഭം എനിക്ക് തന്നെ തികയാറില്ല. ഉം. സഹായത്തിന് ഒരാളെ പണിക്ക് വെക്കുകയാണെങ്കി ശമ്പളം കൊടുക്കാൻ തന്നെ ഞാൻ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ടന്നെയാ ഞാൻ ആരെയും പണിക്ക് വെക്കാത്തെ. ആ, അതെ, അതെ. മാഡം പറഞ്ഞത് ശരിയാണ്. നിങ്ങളെന്താ ചെയ്യുന്നെന്ന് പറഞ്ഞില്ലല്ലോ? ഞാനൊരു ചെറിയ കമ്പനി ജോലി ചെയ്യാണ്. ഉഹും. മാസം 30,000 രൂപ ശമ്പളം കിട്ടും. ഇവിടെ ഞാൻ അടുത്തൊരു റൂം എടുത്താണ് താമസിക്കുന്നത്. ഹോട്ടലിൽ നിന്നായിരുന്നു കഴിച്ചോണ്ടിരുന്നത്. അവിടുന്ന് കഴിച്ച് കഴിച്ച് നാവിന്റെ രുചിയൊക്കെ പോയി മാഡം. നല്ല ഫുഡ് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ലായിരുന്നു. ഈ ഹോട്ടൽ ഫുഡിൽ നിന്ന് ഒരു രക്ഷയുണ്ടാവില്ലെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. ആ സമയത്താണ് ഭാഗ്യവശാൽ മാഡത്തിന്റെ മെസ്സിനെ പറ്റി ഞാൻ കേട്ടത്. ഉം. ഫുഡ് കഴിച്ചപ്പോ ശരിക്കും എന്റെ അമ്മ വെക്കുന്ന അതേപോലെ തന്നെയുണ്ട്. മാഡം ഈ വീട്ടിൽ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? വേറെ ആരും ഈ വീട്ടിലില്ലേ? ആ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞായിരുന്നോ? അത് പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞതാ. കുറച്ച് മാസം കഴിഞ്ഞപ്പോ അങ്ങേര് മരിച്ചു. അങ്ങനെയാണോ? എന്താ സംഭവിച്ചേ? കഴിഞ്ഞ വർഷം അങ്ങേര് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ലോറി അങ്ങേര് വന്നോണ്ടിരുന്ന വാനിൽ ഇടിച്ച് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ആ വാനിൽ ട്രാവൽ ചെയ്ത് ഒരുപാട് പേര് മരിച്ചുപോയി. മരിച്ചവരിൽ എന്റെ ഭർത്താവും ഉണ്ടായിരുന്നു. അയ്യോ! പിന്നെന്താ പറ്റിയത്? ഹും. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒറ്റയ്ക്കന്നെയാ ജീവിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഈ മെസ്സ് നടത്തി ജീവിക്കേണ്ട ഗതികേടാ. അല്ല, നിങ്ങക്ക് കുട്ടികളാരുമില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം പോലും ആയിരുന്നില്ല. അ അപ്പോഴേക്കും ആക്സിഡന്റ് ആയി അദ്ദേഹം മരിച്ചു. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കാന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ ഇങ്ങനെയായി. സോറി, ഞാൻ നിങ്ങളോട് ഇതൊക്കെ ചോദിച്ചു വിഷമിപ്പിച്ചു അല്ലേ? എന്നോട് ക്ഷമിക്കൂ. സോറി, ചോദിച്ചത് എന്നോട് ക്ഷമിക്ക്. അത് സാരമില്ല, പോട്ടെ. അല്ല, നിങ്ങടെ ഫാമിലിയൊക്കെ എവിടെയാ ഉള്ളെ? എന്റെ ഫാമിലി ആരും ഇവിടില്ല. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും മരിച്ചുപോയി. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഒറ്റയ്ക്കാണ്. ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞു. ശരി എന്നാ, ഞാൻ ഇറങ്ങാണ്. സമയമായി. എനിക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട്. നിങ്ങള് പോയിട്ട് വരൂ. ദിവസവും ഇവിടെ തന്നെ വന്ന് കഴിക്കണേ. ഉം. നിങ്ങൾ ഓരോ തവണ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് കാശ് ആ. തരുന്നതിലും ഭേദം നിങ്ങൾക്ക് വേണമെങ്കി മാസത്തിലൊരു അക്കൗണ്ട് വെച്ചൂടെ? അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ല മാഡം. ഞാനൊരു മാസ ശമ്പളക്കാരനായോണ്ട് എന്റെ കയ്യിൽ എപ്പോഴും കാശുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാസം ഒരുമിച്ച് തരുന്നതാണ് എനിക്കും നല്ലത്. അല്ല, മാസത്തില് എത്രയാവുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് തരാമായിരുന്നു. ആ, മാസത്തിൽ 6000 രൂപയായിരിക്കും. ആ. ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് 100 രൂപയാണ്. രാവിലത്തെ ഉം. ടിഫിനും രാത്രിയിലെ ടിഫിനും രണ്ടിനും ചേർത്ത് 100 രൂപയാ. അതുകൊണ്ടാ മാസത്തിൽ 6000 ഉം. ചോദിക്കുന്നെ. നിങ്ങളുടെ ഈ ഭക്ഷണത്തിന് 6,000 അല്ല, 60,000 വേണമെങ്കിലും തരാം. അത്ര നല്ല ടേസ്റ്റോടെയല്ലേ മാഡം ഫുഡ് ഉണ്ടാക്കി തരുന്നത്. ഞാൻ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും തരണോ? തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇപ്പഴല്ലേ മെസ്സ് തുടങ്ങിയത്. ഓ. അതുകൊണ്ട് എന്റെ കയ്യില് വലുതായിട്ട് കാശൊന്നുമില്ല. അപ്പൊ നിങ്ങള് അഡ്വാൻസ് ഉം. തരുവാണെങ്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആ. വാങ്ങിക്കുമായിരുന്നു. ശരി, ഓക്കെ. നാളെ ഞാൻ കഴിക്കാൻ വരുമ്പോ ഞാൻ മാഡത്തിന് അഡ്വാൻസ് തരാം. പക്ഷെ എത്രയാണെന്ന് പറഞ്ഞില്ലല്ലോ? 3000 തന്നാ മതിയായിരിക്കും. ബാലൻസ് നിങ്ങള് പിന്നെ തന്നാലും ഉം. മതി. ശരി, ഞാനൊന്ന് ഇറങ്ങാണേ. ഉം. എന്ത് നല്ല മനുഷ്യനാ അത്. ഇങ്ങേര് കാരണം ഒരു 4, 5 കസ്റ്റമറേയും കൂടി കിട്ടിയാ അത് തന്നെ ധാരാളം. പിന്നെ ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. ഉം.
എന്താ മാഡം ഉം. എനിക്ക് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? ആ, എന്താ ഭക്ഷണം റെഡിയല്ലേ? അൺലിമിറ്റഡ് മീൽസ് ആണെന്ന് എന്നെ ഒരുപാട് കൊതിപ്പിച്ചു നിങ്ങള്. ഉം. അതുകൊണ്ടാണ് ഇന്നൊരു പിടി പിടിക്കാൻ വന്നതാ. നമ്മുടെ അടുത്ത് നോൺ വെജും ഉണ്ടല്ലേ? ആ, അൺലിമിറ്റഡ് മീൽസ് റെഡിയാണ്. കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്നെ എങ്ങനെയുണ്ടെന്ന് പറ. ഉം. ശരി. ശരി, വരൂ. ആ, ഇരിക്കൂ. ശരി, ശരി. പോയി പെട്ടെന്ന് കൊണ്ടുവരൂ. ആ. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. ഉം. നിങ്ങളവിടെ കൊടന്ന് വെച്ചാൽ മതി. ഞാൻ മുഴുവനും കഴിച്ചേക്കും. ആഹാ. വിശപ്പിൽ വയറ് കാളിയിട്ട് വയ്യ. ശരി, ശരി. ഒന്ന് വെയിറ്റ് ചെയ്യണേ. 2 മിനിറ്റ്. ഞാൻ ഇപ്പൊ എല്ലാം കൊണ്ടുവരാം. ഉം. ഉം. നിക്ക്, ഞാൻ തന്നെ വിളമ്പാം. ഉം. അയ്യോ! എന്താ ഇത്? അയ്യോ! പൊള്ളിപ്പോയോ? കറി ഞാൻ ഇപ്പൊ അടുപ്പിന്ന് ഇറക്കിയതേ ഉള്ളൂ. ഇതാ, നിങ്ങൾ ഈ വെള്ളം കുടിക്ക്. ഇതാ. ഇത്ര ധൃതി പിടിച്ചാണോ കഴിക്കുന്നത്? ആ, എന്റെ അമ്മോ, ടേസ്റ്റ് ശരിക്കും കലക്കി കേട്ടോ. ഉം. അയ്യോ, സൂക്ഷിച്ച്. നല്ല ചൂടുണ്ട്. വീണ്ടും പൊള്ളിപ്പോവും. നോക്കി കഴിക്ക്. അത് എനിക്ക് വിശപ്പ് കാരണം ഒന്നും അറിയുന്നില്ലെന്നേ. എന്റെ വിശപ്പിന് ഈ സ്പീഡിന് വളരെ കുറവാ. അയ്യോ! അ, ശരി, നിങ്ങൾ കഴിച്ചോണ്ടിരിക്ക്. എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാ അ, മതി. ഞാൻ കൊണ്ടുവരാം. അ, അ, അതെ, ചിക്കന്റെ കറി തീർന്നു. ഒന്ന് വേഗം എടുത്തിട്ട് വരുമോ? ആ, ആ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ കൊണ്ടുവരാം. ഇതാ. ഇനി ഇതുപോലെ എന്ത് വേണമെങ്കിലും എന്നോട് മടിക്കാണ്ട് ചോദിച്ചോളൂ. ഇന്ന് ചോറാണെങ്കിലും കറികളാണെങ്കിലും എല്ലാം അൺലിമിറ്റഡ് ആണ്. ഓക്കെ അല്ലേ? ആ ശരി. ഇന്ന് എന്നെ കൊണ്ട് എത്രയും കഴിയും അത്രയും കഴിക്കാം. ഉം. അ, ഉം, ഉം, അ, ഉം. എന്റെ അമ്മോ, ശരിക്കും നല്ല രുചിയുണ്ട്. കറി എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവണം. അതെ, ആ? ഒന്നിങ്ങോട്ട് വരുമോ? ഉം. പറഞ്ഞോളൂ. ഷാപ്പാട് നല്ല രുചിയുണ്ടായിരുന്നു. ഇതാ കാശ്. ഉം. നിങ്ങള് ഫ്രണ്ട്സിനോടൊക്കെ മെസ്സിനെക്കുറിച്ച് പറഞ്ഞിരുന്നോ? എനിക്കറിഞ്ഞ എല്ലാവരോടും ഞാൻ പറഞ്ഞു. നാളെ തൊട്ട് എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ വരിക്കാൻ നിൽക്കും. ഓക്കെ അല്ലേ? ആ. ഇതുപോലത്തെ രുചിയുള്ള ഭക്ഷണം പുറത്ത് എവിടെയും കിട്ടില്ല. ഇക്കാലത്തിലും അൺലിമിറ്റഡ് മീൽസ് കൊടുക്കാൻ നല്ല മനസ്സ് വേണം. നിങ്ങൾക്ക് ശരിക്കും വലിയ മനസ്സാണ്. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങളുടെ നാട് എവിടെയാണ്? എന്റെ നാട് വയനാടാണ്. ഓ, അതിരിക്കട്ടെ, നിങ്ങൾ എവിടുന്നാ? എൻ്റെ നാട് ഇവിടെ അടുത്താ, ട്രിവാൻഡ്രം. എവിടെയാ നിങ്ങൾ ജോലി ചെയ്യുന്നേ? ഞാൻ ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഉം. എനിക്ക് മാസം ഒരു 1,50,000 ശമ്പളം കിട്ടും. ഉം. എത്രയും പെട്ടെന്ന് ഫോറിനിലേക്കും പോകും. എൻ്റെ ഓഫീസിൽ എന്നെ പാരീസിലേക്ക് അയക്കാനുള്ള പ്ലാനാ.